എത്ര നേരമായി ആ തൈലം എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ട്. ആ ദേ ഇവിടെ നന്നായിട്ടൊന്ന് തിരുമിത്താ, നല്ല വേദന. അങ്ങനെ തന്നെ. ഓഹ്, എന്തൊരു വേദനയാ അവിടെ. പണ്ടേ ഇന്ദ്ര സ്കൂളിൽ പഠിക്കുമ്പോ ഓടിക്കളിച്ചൊന്ന് വീണു. ഓഹ്, ആ രാത്രി അവൻ എന്നെ ഒരുപോലെ കണ്ണടപ്പിച്ചിട്ടില്ല. നേരം വെളുക്കുന്നത് വരെ തൈലം ഇട്ട് തിരുമ്മുമായിരുന്നു. നേരം വെളുത്തപ്പോ അവന്റെ കാല് വേദന പോയി, പക്ഷെ എന്റെ കൈ അനക്കാൻ പറ്റാത്ത പോലെ വേദനയും. ആ എത്രയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തിയാലും എന്താ കാര്യം? ഒരു കല്യാണം കഴിച്ചാൽ എല്ലാം തീരും. വന്നു കയറുന്നവളുമാർക്ക് മക്കളെ വളർത്താൻ നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടൊന്നും അറിയേണ്ട കാര്യമുണ്ടോ? ഒന്ന് മര്യാദയ്ക്ക് അങ്ങോട്ട് തിരുമ്മ. വേദന പോകാൻ വേണ്ടി തന്നെയാണോ അനു നീ തിരുമ്മന്നേ? പിന്നല്ലാതെ എനിക്ക് അറിയാവുന്ന പോലെയല്ലേ തിരുമാൻ പറ്റുമേ. സാരമില്ല, നിനക്കറിയാത്തത് പലതും ഞാൻ നിന്നെ പഠിപ്പിച്ചു തരും. അതിനാണല്ലോ ഞാനിവിടെ ഉള്ളത്. നിനക്ക് കൈമെടുത്തെങ്കിൽ നീ അങ്ങോട്ട് മാറിക്കോ, ഇന്ദ്രൻ തടവിക്കോളൂ. നിനക്ക് ബുദ്ധിമുട്ട് വല്ലതുണ്ടോ ഇന്ദ്ര? ഏയ് ഇല്ല. സാരമില്ല, എനിക്ക് കൈവേദനയൊന്നുമില്ല. ഞാൻ തന്നെ ചെയ്തോളാം. ഇന്ദ്രേട്ടൻ പോയി ഭക്ഷണം കഴിച്ചോ, എല്ലാം ടേബിളിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോ അനു കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചോളാം. ഇന്ദ്രേട്ടനെ കടയിലേക്ക് തിരിച്ചു പോണ്ടതല്ലേ, നേരം കളയണ്ട. നിനക്ക് ഭാര്യയുടെ കൂടെ ഇരുന്ന് കഴിച്ചാലേ ആഹാരം ഇറങ്ങത്തുള്ളൂ. അതൊന്നുമല്ല അമ്മേ. പിന്നെന്താ കുഴപ്പം? ഒന്നുമില്ല. ഇന്ദ്രേട്ടൻ എന്താ വൈകിയേ? ഒന്നിച്ച് കഴിക്കാലെന്ന് കരുതി ഞങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഇപ്പോഴാ കഴിച്ചത്. കടല് നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് ഇറങ്ങാൻ വൈകി. എന്നാ പോയി ഭക്ഷണം കഴിക്കേ.